ഹലോ ഗൈസ്, ഞങ്ങൾ ടെന്റിലാണുള്ളത്. Hello. Welcome back to Kelapur Vlogs. ആ കാണുന്നത് ഇന്ത്യ, ഈ കാണുന്നത് ബംഗ്ലാദേശ്. Welcome back to day 7 of our all India tour, and full entertainment. Vlog. ഇവിടെ ഇയാളെ കോണ്ടാക്ട് ചെയ്യുക, നമ്മളെ പാക്കേജ് മൊത്തം ചെയ്തത് അരുൺ ലിയോ സാർ. അരുണേട്ടനാണ് ഫുൾ പാക്കേജ് ചെയ്തത്. ലിയോ ടീമിനെ കോണ്ടാക്ട് ചെയ്യാൻ മിനിമം പാക്കേജിൽ മാക്സിമം വീഡിയോ ഹായ് ഗൈസ്, കണ്ടോ ബംഗ്ലാദേശിന്റെ ഫ്ലാഗ്? ഇവിടെ ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ട്. ഞങ്ങളുടെ ബോർഡറിലാണ്. നന്നിയുടെ കൈ ഇപ്പോഴും ശരിയായിട്ടില്ല. അതാ ഇന്നലെ ഒരു ഇത് പറ്റി, നീന്താൻ നടക്കുമ്പോൾ കൈ അങ്ങ് പോയി. കൈ നീന്താൻ പറ്റൂല. നീ പക്ഷെ രണ്ട് ഗൈസ്, നമുക്കെല്ലാവർക്കും അറിയാം, പണ്ട് ഇന്ത്യയും ബംഗ്ലാദേശ് പാകിസ്ഥാനൊക്കെ ഒരു രാജ്യമായിരുന്നു. പിന്നീട് 1947 ഇന്ത്യയും പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രണ്ട് രാജ്യങ്ങളായി. പിന്നീട് 1972-71 കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണ് ഇന്ത്യയും ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്ന 3 രാജ്യം ഉണ്ടായത്. ഇപ്പം നമ്മൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് ബോർഡറിൽ. ഇപ്പം നമുക്കറിയാം ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വളരെ മോശം കൊണ്ടിരിക്കുകയാണ്. പണ്ട് നമ്മളാണെങ്കിൽ ഷെയ്ഖ് ഹസീന കാലഘട്ടത്തിലാണെങ്കിൽ നല്ല ഭരണമൊക്കെ ആയിരുന്നു. പക്ഷേ ഗൈസ്, ഇപ്പം പണ്ടത്തെ നമ്മുടെ നൊബേൽ പ്രൈസ് ചെയ്ത മുഹമ്മദ് യൂനിസോ അങ്ങനത്തെ പറയുന്ന വ്യക്തിയാണ് ബംഗ്ലാദേശ് ഭരിക്കുന്നത്. പഠിച്ചു വന്നിട്ടാ. അതുകൊണ്ട് തന്നെ ഗൈസ്, അവിടെയാണെങ്കിൽ ബംഗ്ലാദേശിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. ഓക്കെ ഗൈസ്, കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ. ഓക്കെ കുറേ ഇൻഫോർമേറ്റീവ് കിട്ടുന്ന. എന്തായാലും ഇവിടെ വന്ന് കാണാൻ ഞങ്ങൾ ബോർഡർ കാണാൻ അത്രേ ഉള്ളൂ, വേറെ ഒന്നും കാണാൻ ചെയ്യാം. അതുകൊണ്ട് അവിടെ ഇന്ത്യ ബംഗ്ലാദേശ്. ഈ ട്രാവൽ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ട്രാവൽ അറിഞ്ഞാൽ നമ്മൾ സ്ഥലം കാണാൻ പോകാൻ അറിഞ്ഞാൽ അപ്പം എന്താ പറയുക, ശരിക്കും നമ്മൾ ബോർഡർ കാണേണ്ട ആവശ്യം എന്താ? അതൊരു ഭംഗിയല്ലേ? കാരണം നമ്മളൊരു ബോർഡർ പറയുന്നത് ആ കുറച്ചല്ലേ ഉള്ളൂ. നമ്മളവിടെ എത്തിയതെന്നുള്ള സംഭവമാണ്. ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ കുറേ പ്രൊസീജിയർ ഉണ്ട്. ഇവിടുത്തെ കിടക്കാൻ പറ്റുന്നില്ല. ഒരു കാല് വെച്ചാൽ വെട്ടൂല വെടിവെക്കും. നമ്മളെ ബംഗ്ലാദേശ് കാണേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് അത്ര കോൺട്രവേഴ്സി ആയ സംഭവമാണ്. ബംഗ്ലാദേശ്, നേപ്പാള്, മ്യാൻമാറൊക്കെ. പക്ഷെ ചൈന, പാകിസ്ഥാനാണ് കാണേണ്ടത്. നമ്മൾ ചൈന കണ്ടുപോയി. പാകിസ്ഥാനിൽ നമുക്ക് ചാൻസ് ഇല്ല പോകാൻ. അടുത്ത വർഷം നോക്കാം. എനിവേ, ട്രാവൽ ആൻഡ് ജസ്റ്റ് എൻജോയ്. അടുത്ത സ്ഥലത്തേക്ക് പോകും നോക്കിയാലോ. എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കണം. ഓക്കെ ബൈ. ഡൗക്കി ബോട്ടിങ്. ഞാൻ കൈയില്ലാത്ത നന്ദി, അത് ഞാൻ നന്നിനെ പിടിക്കണോ? സ്റ്റാർട്ടാക്കി എണ്ണി. അല്ല, വള്ളിയോടെ കൊമ്പെടുത്തില്ല. കള്ള പന്നി ഓഫാക്കിയിട ആദ്യം, എന്നിട്ട് ആയിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മൾ ഡോക്കി ബോട്ടിങ്ങിന് നല്ല ചളി വെള്ളത്തിൽ നമ്മൾ പോകുന്നുണ്ട്. അറിയില്ല, ഇന്നലെ മഴ പെയ്തിട്ട് ആ കലമ്പായി കിടക്കാണ്. അപ്പോൾ ബാക്കിൽ നന്നുണ്ട്. കൊള്ളാം കൈനൊയ്യാണ്ട് എല്ലാവരും പോയിട്ട് നമ്മൾ ലാസ്റ്റ് ആയിട്ട് വെയിറ്റ് ചെയ്താണ്. മെയിൻ ബോട്ട് നമ്മളതാണ്. വണ്ടി നീങ്ങണില്ല, അപ്പം പോരാ തോന്നുന്നു. ഇവൻ വരി പോരട്ടെ, അത് സെബുവിന്റെ വെയിറ്റ് കൂട്ടിയിട്ടാണോ? അതാ ഒരു ചെറിയ നമുക്ക് നമുക്ക് തോന്നിയാലോ തരുമോ? ഇരിക്കുക. ഇത് എത്ര നേരം ഉണ്ട്? 20 മിനിറ്റ് നമ്മൾ പോകാൻ പോവാണ്. വെള്ളം കുറച്ച് അലമ്പാന്ന്. खराब हो गया വണ്ടി പഞ്ചർ. ഓരോരുത്തരും ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും. നല്ല രസമാണ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണം. ഇപ്പൊ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുക്കും. ബ്രിഡ്ജും കുന്നയുടെ തലയും. കുന്നയുടെ തല മാർക്ക് അന്നെ ഫോട്ടോ എടുക്കാം. എല്ലാവർക്കും തരാം.
നിങ്ങളൊരു കണ്ണട എടുത്ത് ഞാൻ കണ്ണട എടുക്കാൻ മറന്നു. നോക്കട്ടെ ഹായ് ഹായ് ഹായ്. വാഴയുടെ വലിയ വാഴ ഇങ്ങോട്ട് വരണേ. ഇങ്ങോട്ട് കട ഓൻ വെടിയാ വെടി. രാഹുൽ വെടി രാഹുൽ വെടി. വെടി രാഹുൽ. നമ്മളിപ്പോൾ എവിടെയാണ്? എവിടെയാണ്? നമ്മളിപ്പോൾ റിവർ റാഫ്റ്റിംഗ് അല്ല റിവർ ബോട്ടിംഗ്. റിവർ ബോട്ടിംഗ്. ഞങ്ങൾ പയ്യൻ നല്ലൊരു മനുഷ്യനാണ്. സ്ലോ ഡ്രൈവ് ആണെങ്കിൽ ഈസി ഡ്രൈവ് എന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ പറഞ്ഞത് ഡിസംബറിൽ വരണം, ഇവിടെ തെളിഞ്ഞ പച്ച വെള്ളമാണ്, കൈ ഇങ്ങനെ ഇട്ടുണ്ടെങ്കിൽ അടിയൊക്കെ കാണുന്നൊക്കെ മൂപ്പര് പറയണത്. തള്ളെന്ന് പറഞ്ഞ മരണത്തുള്ളു. പിന്നെ കൂടുതൽ ഇംഗ്ലീഷ് പറഞ്ഞാൽ മൂപ്പര് പറയും മൂപ്പര് ഇറ്റാലിയൻ ലാറ്റിൻ ഇംഗ്ലീഷ് മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷ് അറിയാലോ. ഇംഗ്ലീഷ് അറിയാം, പക്ഷെ അത് അവരുടെ ഇംഗ്ലീഷ് വേറെയാണ്. പച്ച പച്ച വെള്ളം എന്ന് പറഞ്ഞത് പച്ചവെള്ളം. പച്ചവെള്ളം നല്ല ക്ലിയർ വാട്ടർ, ക്ലീൻ ആൻഡ് ക്ലിയർ വാട്ടർ. നമുക്ക് താഴെയുള്ളത് വരെ കാണാം, അതറിയോ? ആ മല ഇടിഞ്ഞോണ്ടാണ് ഈ വെള്ളത്തിന് ഈ കളർ വന്നത്. ഈ മല ഇടിയാണ്ടിരുന്നായിരുന്നെങ്കിൽ നമുക്ക് പച്ചവെള്ളം കിട്ടിയായിരുന്നു. അങ്ങനെയാ? അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ ഇത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാ. ഉള്ളത് വെച്ച് ഓണം പോലെ പറയുന്ന പോലെ നല്ലൊരു സ്ഥലമാണ്. ഗുഡ് 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 ഗുഡ്. നെറ്റിലോടെ വീഡിയോഗ്രാഫർ കയ്യില്ലെങ്കിൽ കയപ്പിന് കുറവില്ല. അതാ അഡ്വഞ്ചർ അല്ലേ ഫുള്ള്. ഇവിടെ ഒന്ന് റെക്കോർഡ് ചെയ്തില്ല പിന്നെ എപ്പം നോക്കാനാ? ഇത് കുറച്ച് നേരം ഇരുന്ന് ഞാൻ കാണും. അപ്പോൾ പൊളി പൊളി എന്നറിയും. സൗമ്യന്ന് പോകും. ആരോരുമില്ല നേരത്ത് തങ്കരം തെന്നിട്ട് ഏതാ ബ്രിഡ്ജ് കാണുമ്പോ ഫേഷ്യൽ എക്സ്പ്രഷൻ എടുക്കുമല്ലോ. പക്ഷെ ഇന്നലെ വെള്ളച്ചാട്ടത്തിനായിരുന്നു വേണ്ടത്, പക്ഷെ കിട്ടാനുള്ളൊരു ഓരോ എക്സ്പ്രഷൻ അവിടെ കണ്ടിട്ട് ആ വീഡിയോ ആണോ? അത് കട്ട് ചെയ്യാം. നമ്മുടെ സ്ഥലത്ത് നിൽക്കണം, എന്നാലും എക്സ്പ്രഷനെ പറ്റും. റൂട്ട് ബ്രിഡ്ജ് റൂട്ട് ബ്രിഡ്ജ്. അന്നത്തേക്ക് നോക്കി പൊട്ടത്തി ഇന്നത്തേക്ക് നോക്കി അനുരാഗിനെ കണ്ടിട്ടില്ല. അന്ത വിട്ടു. ഒരാളെ നടന്നു.
എങ്ങനെയുണ്ട് അവിടെ? ഇതന്നെ കേറി വരിക. വരില്ലേ? വേറെന്താ? മേലെ മേലെ നോട്ട് ക്ലീനസ്റ്റ് വില്ലേജുള്ള ഏതോ അഡ്വഞ്ചർ സ്പോട്ടാ. അമ്മോ എല്ലാരും കൂടി കയറാൻ സ്ഥലമില്ല കേട്ടോ. പൊട്ടിപ്പോണോ വിക്കറ്? എനിക്ക് പേടിയാണ്. ഷാമിൽ ഗൗരി അഭിനയിക്കുക. വെള്ളി വെള്ളം പേടിയാ. അല്ല ഇത് പൊട്ടിപ്പോയാലോ? ഞാൻ എനിക്ക് പേടിയാണ് കേട്ടോ. ഹലോ ഗായ്സ്, സൂപ്പർ അനുഭവം തന്നെ. പോയോ? അമ്മോ പേടിയുണ്ടോ? പേടി അവിടെ പോകുമ്പോൾ ഞാൻ ചെറുതായി പേടിച്ചു. അല്ല ഒന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി താഴത്തിറങ്ങിയത് മോനിക്ക് എന്തൊക്കെയാവുന്നു എന്താ അറിയില്ല. പേടിയല്ല ശരി സാധനം. ഹലോ ഗായ്സ്, നമ്മൾ ഷിലോങ്ങിലാണ് നിൽക്കുന്നത്. ഷിലോങ്ങിൽ പോലീസ് ബസാർ. നമ്മൾ ഷോപ്പിങ്ങിനും ഫുഡ് കഴിക്കാനൊക്കെ വന്നതാണ്. എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. കുറേ പേർക്ക് വയ്യാണ്ടായിരിക്കുന്നത്, തണുപ്പ് പിടിച്ചിരിക്കുന്നത്. സൈഡ് കൊടുക്കാൻ നിന്ന് മറ്റു ഡ്രൈവിങ് സ്കില്ല് ഉപയോഗിക്കാൻ വന്നു. സൈഡിൽ കൂടെ എടുത്ത് അങ്ങോട്ടേ അങ്ങനെ പോകും. അത്രയും സ്ഥലം ഉണ്ടായിട്ട് അവിടെ നിന്ന് എടുക്കില്ല. ക്യാപിറ്റലാ ഷിലോങ് ആകുമ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഷിലോങ് ആണ് സ്ഥലം. നമ്മൾ ഷിലോങ് അവിടെ വലുതായിട്ട് കേട്ടിട്ടുണ്ട്. അവിടെ പിടിക്കില്ല. നമുക്ക് മേഘാലയ വന്നിട്ടാണെങ്കിൽ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന ചിറാപ്പൂഞ്ചിയും മൗണ്ട് സിൻഡ്രോമും കാണാൻ പറ്റുന്നില്ല. ഓക്കെ